എല്ലാവർക്കും ഹാപ്പി മഹാശിവരാത്രി. അതെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ നവരാത്രി സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഖീർ പായസം, പാൽപ്പായസം, അത് ഈ മഖാന വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെനിക്ക് കുറച്ച് കിട്ടിയായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ശിവരാത്രിക്ക് ഇത് ഉണ്ടാക്കിയാലോ എന്ന്. എന്നാൽ നമുക്കിത് വെച്ചൊരു ഖീർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നെയ്യ് ചൂടായി, നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ മഖാന നമുക്ക് ആവശ്യമുള്ളത്രയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇത് ഇതുപോലെ പൊട്ടി വരണം, അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാം. പിന്നെ ഈ മഖാന ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ശകലം കൂടുതൽ പൊടിഞ്ഞു പോയി, സാരമില്ല. പാലും ഏലക്കാപ്പൊടിയും കൂടി കിടന്ന് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വേവ് പോലെ ആവില്ലേ പാൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് റോസപ്പൂക്കളാണ്, അത് വെർജിൻ റോസപ്പൂവാണ്, ഇവിടെ നിന്ന് അടുത്തുനിന്ന് കിട്ടിയത് കൊണ്ടിട്ടാൽ മാർക്കറ്റിൽ നിന്ന് ഇടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ മഖാനെ നമുക്ക് പൊടിച്ച് വെച്ചത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര, മധുരം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. എന്നിട്ടിത് തിളച്ച് വേകണം, കുറുകി വേകണം. അതിന് ശേഷം എല്ലാവരും ഇതിനകത്ത് കുങ്കുമപ്പൂ ചേർക്കുന്ന എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളാണ് ചേർത്തത്. എന്നിട്ട് ഇതേ വെന്ത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബദാം പൊടിച്ച് വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇന്നുപാട് വിളക്കൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് നിവേദ്യമായി കൊടുക്കാവുന്നതാണ്. അതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ നൽകിയെന്നേ ഉള്ളൂ. അത് എല്ലാവരുടെയും എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം.